A+2 സ്വാഗതം. ഇന്ന് ഏറ്റവും ഒടുവിലത്തെ ഹൈക്കോടതിയുടെ ഒരു വിധി അത് വനിതാ ജീവനക്കാർക്ക് ബാധകമായതുകൊണ്ട് അതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഒരുപാട് സർക്കാർ ജീവനക്കാരികൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങൾ ഉള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ജീവനക്കാരികൾ എന്ന് പറയുമ്പോൾ വനിതാ ജീവനക്കാരികളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വനിതാ ജീവനക്കാരികൾക്ക് അവരുടെ ട്രാൻസ്ഫർ കഴിയുന്നിടത്തോളം ഹോം സ്റ്റേഷനിൽ തന്നെ ആയിരിക്കണം നൽകേണ്ടത് എന്നുള്ളതാണ്. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നിയമനം ഉൾപ്പെടെ, ആദ്യത്തെ നിയമനമായിരുന്നാലും പിന്നീടുള്ള ട്രാൻസ്ഫർ ആയിരുന്നാലും അവരുടെ കാര്യം തീർച്ചയായും പരിഗണിക്കണം എന്നുള്ളതാണ് പൊതുവേ സർക്കാർ നൽകിയിട്ടുള്ള ഒരു നിലപാട്. എന്നാൽ പലപ്പോഴും അതൊന്നും ബാധകമാകാറില്ല. സംഘടനാപരമായ കാര്യങ്ങളുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ വരാം, രാഷ്ട്രീയപരമായ സ്വാർത്ഥ താല്പര്യങ്ങൾ വരാം, വ്യക്തിവിരോധങ്ങൾ വരാം. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ പലപ്പോഴും ഈ വനിതാ ജീവനക്കാരികളും സ്വന്തം വീട്ടിൽ നിന്നും വളരെ അകലെ പോയി ജോലി ചെയ്യേണ്ടി വരുന്ന അവസ്ഥ നമ്മുടെ സംസ്ഥാനത്തും നിരവധി സംഭവങ്ങളായി പുറത്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത കാലത്ത് വന്ന ഹൈക്കോടതിയുടെ ഒരു വിധി ഇതിന് ഒരു പക്ഷേ വനിതാ ജീവനക്കാരികൾക്ക് ഇനി അവർ ഹൈക്കോടതിയെയോ ഇല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെയോ സമീപിക്കുമ്പോൾ അവർക്ക് ഗുണപ്പെടുന്നതായതുകൊണ്ടാണ് ഇന്ന് എപ്പിസോഡിൽ ഇത് പറയുന്നത്. ഇത് 2 ഡോക്ടർമാർ നൽകിയ ഒരു പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഡോക്ടർമാർ ESI ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരാണ്. കൊച്ചി ഉദ്യോഗമണ്ഡലിലെ ESI ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സാണ് ഈ 2 വനിതാ ജീവനക്കാരികളും. ഇവരെ കൊല്ലം ആശ്രാമത്തെ ESI ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇതിനെ തുടർന്ന് അവർ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചു. ആ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇവരുടെ ഈ ട്രാൻസ്ഫർ സ്റ്റേ ചെയ്തില്ല. അത് കാരണം ഇവർ നേരെ ഹൈക്കോടതിയിൽ നേരത്തെ തന്നെ പെറ്റീഷനുമായി വന്നു. അപ്പോൾ ഹൈക്കോടതി അവരുടെ തൽസ്ഥിതി നിലനിർത്തുന്നതിന് വേണ്ടി ഉത്തരവ് നൽകി. ആ പെറ്റീഷൻ അന്ന് ഒരു ഉത്തരവ് നൽകി നിലനിർത്തി. പക്ഷേ തുടർന്നും ഈ ട്രാൻസ്ഫർ ഉത്തരവ് ക്യാൻസലായില്ല. അപ്പോൾ അത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലാണ് ചെയ്യാൻ, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലാണ് ചെയ്യാൻ. തുടർന്ന് ഇവർ ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കുകയും ഡിവിഷൻ ബെഞ്ച് മുഹമ്മദ് മുഷ്താഖ് അദ്ദേഹവും പിന്നെ മറ്റൊരാൾ സിബി അന്നമ്മ ഈപ്പൻ എന്ന് പറയുന്ന മറ്റൊരു ജഡ്ജിയും ഡിവിഷൻ ബെഞ്ചിൻ്റേതാണ് ഉത്തരവ്. അവർ പരിഗണിച്ചു. അവർ പറഞ്ഞത് സ്ത്രീകൾക്ക് എപ്പോഴും ചില കാര്യങ്ങളിൽ സംരക്ഷണം നൽകേണ്ടതുണ്ട്. അവർ കുട്ടികളെ സംരക്ഷിക്കേണ്ട ആളുകളാണ്, പ്രായപൂർത്തിയായ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട ആളുകളാണ്. അവരെ ഈ തൊഴിലുടമ എന്ന് പറയുന്ന വ്യക്തി, അത് ആരാണോ, സർക്കാരാണോ കേന്ദ്ര സർക്കാരാണോ ആരായാലും, പൊതുമേഖലാ സ്ഥാപനത്തിലെ മേലധികാരികളാണോ ആരായാലും, ഇവർ അതിനെല്ലാം പരിഗണന നൽകിയിട്ട് വേണം അവരുടെ ട്രാൻസ്ഫറിൻ്റെ കാര്യം ഉത്തരവിടാൻ. അവരെ ദൂരേക്ക് മാറ്റുന്നതിന് മുമ്പ് ഈ ബേസിക്കായിട്ടുള്ള ചില കാര്യങ്ങൾ സ്ത്രീകളായ വനിതാ ജീവനക്കാർക്ക് ബാധകമായ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ പരിഗണിക്കാതെയും പരിശോധിക്കാതെയും അവരെ തെക്ക് വടക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയോട് ഹൈക്കോടതി യോജിക്കുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമായും പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് സെൻട്രൽ ട്രിബ്യൂണലിന്, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് ഡയറക്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഈ വിധിയുടെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട്, ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞ വിധിയുടെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ഈ 2 വനിതാ ജീവനക്കാരികളും ഈ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കൊടുത്തിട്ടുള്ള പെറ്റീഷൻസ് ഡിസ്പോസ് ചെയ്യണമെന്നാണ് ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതനുസരിച്ച് അവരുടെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഫ്രീസ് ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഹൈക്കോടതിയുടെ അന്തസത്ത, വിധിയുടെ അന്തസത്ത എന്താണെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ വേഗത്തിൽ വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയാകുമ്പോൾ അവർക്ക് ഈ ട്രാൻസ്ഫർ അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നും ഒഴിയാനുള്ള ഒരു ഉത്തരവ് തന്നെയാണ് ഹൈക്കോടതി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഉത്തരവ് ഇതനുസരിച്ചിപ്പോൾ നാളെ മുതൽ വനിതാ ജീവനക്കാരികളെ എങ്ങും മാറ്റുകയില്ല, ഇല്ലെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഹോം സ്റ്റേഷനിൽ തന്നെ തുടരാം എന്ന് ആരും കരുതി കളയരുത്. കാരണം അതനുസരിച്ച് ഇനിയും ട്രാൻസ്ഫർ ഇവർക്കൊക്കെ ഉണ്ടാവും. വനിതാ ജീവനക്കാരികൾക്ക് വീണ്ടും ട്രാൻസ്ഫറുകൾ ഉണ്ടാകാം. അപ്പോൾ ഇതിനകത്ത് ESI അതോറിറ്റി തന്നെ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ?
ഇത് ഞങ്ങളുടെ വിവേചനാധികാരമാണ്, ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനാണ്. ഈ ആര് എവിടെ ജോലി ചെയ്യണം, അത് ആണായാലും പെണ്ണായാലും എവിടെ ജോലി ചെയ്യണം, ഇവരെ ട്രാൻസ്ഫർ ചെയ്യണം, ഇവരെ ട്രാൻസ്ഫർ ചെയ്യാതിരിക്കണോ എന്നുള്ളത് ഞങ്ങളുടെ ഡിസ്ക്രിഷണറി പവറാണ്. അതിനകത്ത് ഇവർക്കാർക്കും ഒരു സേ ഇല്ല, അവർക്കാർക്കും അതിനകത്തൊന്നും പറയാനില്ല. ഞങ്ങളിടുന്ന ഓർഡർ അവരനുസരിക്കുക തന്നെ വേണം എന്നുള്ള നിലപാടായിരുന്നു. അതൊന്നും കോടതി അംഗീകരിച്ച, ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതൊന്നും അംഗീകരിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഉത്തരവ് ഈ രണ്ടുപേരും ഈ ഡിവിഷൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയും ട്രാൻസ്ഫറുകൾ വന്നാൽ കേസിൽ ഇനി കൊടുക്കുന്ന ട്രാൻസ്ഫറിനെതിരായി വരുന്ന കേസുകൾക്ക് ഒരു റഫറൻസായി തീർച്ചയായും ഈ ഹൈക്കോടതിയുടെ വിധിയെ വനിതാ ജീവനക്കാർക്ക് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ഈ എപ്പിസോഡിൽ എടുത്ത് പറയുന്നത്. ഇങ്ങനെ ഒരു കേസ് ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊരു റഫറൻസ് കേസായി പെറ്റീഷനിൽ വെക്കാം. അത് നിങ്ങൾ ആരെയാണോ ഏത് അഡ്വക്കേറ്റിനാണോ സമീപിക്കുന്നത് അദ്ദേഹം അത് ചെയ്തോളും. എന്നാൽ ഇത് നിങ്ങളും കൂടി അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇതിന് സമാനമായ ചില വിധിനയങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തതായതുകൊണ്ടാണ് ഇത് അപ്ഡേറ്റായി ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഇതുപോലെ സർക്കാർ ജീവനക്കാർക്ക് ബാധകമായ കോടതി ഉത്തരവുകൾ, പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ ഉത്തരവുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഈ ചാനലിൽ കൊണ്ടുവരുന്നുണ്ട്. കേസ് വിധികളും ഈ ചാനലിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. തുടർന്നുള്ള എപ്പിസോഡുകളും നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം. സമയക്കുറവ് കൊണ്ടാണ് പലപ്പോഴും അത് ഒഴിവാക്കുന്നത്. എന്തായാലും അതും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എപ്പിസോഡുകൾ ഇനി ഉണ്ടാവും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി.